പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാനത്ത് ദേശീയപാതയുടെ ഒരു റീച്ചിന്റെ ഉദ്ഘാടനം അടക്കം അദ്ദേഹം നിർവഹിച്ചു. ഈ പരിപാടിയിൽ നിന്നാണ് സംസ്ഥാന സർക്കാരിനെ പങ്കെടുപ്പിച്ചില്ല, അവരെ അവഗണിച്ചു എന്ന ആക്ഷേപം നേരിട്ടത്. ഇതിന് ബദൽ ജനകീയ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഇടതുമുന്നണി അതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ചില സംസ്ഥാനത്തെ ചില പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. BPCLന്റെ റിനോവേഷൻ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയപാതയുടെ പുതിയ റീച്ച്, ഒപ്പം തന്നെ കേരളത്തിലെ 3 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം അടക്കമുള്ള അമൃത് സ്റ്റേഷനുകളായി മാറ്റുന്ന 3 സ്റ്റേഷനുകളുടെ നവീകരണം അടക്കമുള്ള പദ്ധതി ഉദ്ഘാടനങ്ങൾ കൂടിയാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. ഇനിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാനമായ രാഷ്ട്രീയ വേദി. അദ്ദേഹം NDAയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ NDA വേദിയിലേക്ക് വരികയാണ്. അദ്ദേഹം പറയാൻ പോകുന്ന രാഷ്ട്രീയം ആ വേദിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ തന്നെ കേരളത്തിലെ പ്രവർത്തകരെ, ജനങ്ങളെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് അദ്ദേഹം അവരോട് പറഞ്ഞൊരു കാര്യം, NDAയുടെ വേദിയിൽ നമുക്ക് കാണാം, താൻ പങ്കെടുക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. എൽദോ ഒപ്പം നവമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എൽദോ, പ്രധാനമന്ത്രി ഈ NDAയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, അദ്ദേഹം നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നത് എല്ലാവരും ഒരേ സമയം ശ്രദ്ധിക്കുന്ന കാര്യം കൂടിയാണ്. എപ്പോഴാണ് സമ്മേളനം ആരംഭിക്കുന്നത്? പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയോ? അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത വേദിയിൽ നിന്ന് ആ റോഡിന് തന്നെ മറുവശത്തുള്ള, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ കവാടത്തിലുള്ള ഇപ്പുറത്തെ വശത്തുള്ള വേദിയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പ്രവർത്തകരുടെ വലിയ കരഘോഷങ്ങളൊക്കെ കേൾക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണെങ്കിലും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗം തന്നെ അവിടെ നടത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കല്ലേ നോമി, തെരഞ്ഞെടുപ്പ് തൊട്ട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ LDFനും UDFനുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു ആദ്യ സൂചനയാണ് അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നതും. അപ്പോൾ അതിന് സമാനമായോ അല്ലെങ്കിൽ അതിലേറെയോ കടുക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ LDFനും UDFനും കേരളത്തെ മാറി മാറി ഭരിച്ച് ഇല്ലാതാക്കുന്ന മുന്നണികൾ എന്നുള്ള വിശേഷമാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ടും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗത്തിന് സാധ്യതയുണ്ട്. ഇനി BJP പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയവർ എല്ലാവരും നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ചില നല്ല നല്ല പ്രഖ്യാപനങ്ങൾ. തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഇത്തവണ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ചില പ്രഖ്യാപനങ്ങളുടെ ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി അത് അവർക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചത്, അല്ലേ? എന്തായാലും വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ്, വലിയ ആരവത്തോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചിയിലേക്ക് പ്രവർത്തകർ ക്ഷണിച്ചത്. അതിലേവരും ഉറ്റുനോക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയമായി എന്ത് സംസാരിക്കും, കേരളത്തിന് വേണ്ടി എന്ത് പദ്ധതിയായിരിക്കും പ്രഖ്യാപിക്കുക എന്ന ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അതിന് ബാക്കി. എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ അമൃത് സ്റ്റേഷനുകളുടെയൊക്കെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി. 10,800 കോടിയുടെ പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. കോഴിക്കോട് ബൈപ്പാസ് ഗതാഗത കുരുക്ക് പരിഹരിക്കും, വിനോദസഞ്ചാരത്തിനും വ്യവസായത്തിനും ശക്തി പകരുമെന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ചില പ്രഖ്യാപനങ്ങൾ, ശിലാസ്ഥാപനം, ഉദ്ഘാടനം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി പാർട്ടി വേദിയിൽ എത്തിയതിനു ശേഷം എന്തായിരിക്കും പ്രവർത്തകരോട് പറയുക എന്നതാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി എത്തുന്നു. നരേന്ദ്രമോദി അതായത് NDAയുടെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത കേരളം മോദിക്കൊപ്പം, മാറാത്തത് മാറും, ഇനി കേരളം വളരും. BJP NDA മുദ്രാവാക്യമായി മോദിയുടെ പേരും ചേർത്ത് വികസിത കേരളം മോദിക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയത് ഒരുപക്ഷെ NDAയുടെ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എൽദോ, ഇപ്പോൾ NDAയുടെ സുപ്രധാനമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആ വേദിയിലേക്ക് NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന ആ വേദിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും സമയം കാത്തിരുന്ന ദിവ്യമായ, അനുഭൂതിദായകമായ, ആവേശദായകമായ നിമിഷമിതാ നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ ആദ്യമായിട്ട് നമ്മൾ ഈ കൂടിയിരിക്കുന്ന മഹാസമ്മേളനത്തിന്റെ പേരിൽ സ്വീകരിക്കുകയാണ്.
അദ്ദേഹത്തെ സ്വീകരിക്കാനായി NDAയുടെ ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള വികസിത കേരളം എന്നുള്ള സ്വപ്നം ഈ നാടിന് പങ്കുവെച്ച നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ NDAയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ സാബു M ജേക്കബും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ ഇതാ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് സ്വീകരിക്കുകയാണ്. സ്വാഗതം, സുസ്വാഗതം. മോദിജിക്ക് സ്വാഗതം. അദ്ദേഹത്തിന് ഒരു മനോഹരമായിട്ടുള്ള ചിത്രം, ശ്രീ നരേന്ദ്രമോദിജിയുടെ ചിത്രം ശ്രീ രാജീവേട്ടൻ സംഭാവന ചെയ്യുകയാണ്. ആ ചിത്രം വരച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ സദസ്സിലുള്ള 72 വയസ്സ് പ്രായമുള്ള ഗിരിജ അമ്മാൾ എന്ന് പറയുന്ന ബഹുമാനിയായിട്ടുള്ള സ്ത്രീയാണ് ആ ചിത്രം വരച്ചിരിക്കുന്നത്. നൂലുകൾ കൊണ്ട്, കോട്ടൺ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത നരേന്ദ്രമോദിജിയുടെ ചിത്രം ഇതാ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകൾ മോദിജിക്ക് നൽകുകയാണ്. നരേന്ദ്രമോദിജിയുടെ ചിത്രം, നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ചിത്രം, 72കാരിയായിട്ടുള്ള ഗിരിജ അമ്മാൾ രചിച്ച ചിത്രമാണ്. അഭിമാനപൂർവ്വം ഞങ്ങൾ കൈമാറുന്നു ആ ശ്രേഷ്ഠ മാതാവിനെ അനുസ്മരിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വേദിയിൽ മോദിജിയെ സ്വീകരിക്കുന്നതിനായി, ഈ ജില്ലയുടെ പേരിൽ സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ KS ഷൈജു, ശ്രീ PP സജീവൻ, ശ്രീ ബ്രഹ്മരാജ് എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. बोलो भारत माता के जय जय NDA. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസ് അവർകളെ ക്ഷണിക്കുന്നു. മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കന്മാർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ശ്രീമതി ശോഭ സുരേന്ദ്രൻ സ്വീകരിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും വേണ്ടിയുള്ള സ്വീകരണം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള NDA നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള സ്വീകരണം ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ സ്വീകരണ പരിപാടികൾ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിലേക്ക് നമ്മളോട് ഈ വേദിയിൽ പ്രസംഗിക്കുന്നതിലേക്കായി NDAയുടെ നേതാവും 2020യുടെ സമാരാധ്യനായിട്ടുള്ള നേതാവുമായിട്ടുള്ള ശ്രീ സാബു M ജേക്കബ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന NDAയുടെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് 100 മില്യണിലധികം ആളുകളാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെറും 43 മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 12 വർഷക്കാലത്തെ മോദിജിയുടെ ഭരണം കൊണ്ട് ഇന്ത്യ ലോകത്തിന്റെ ഉന്നതിയിലേക്ക് വളർന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് UK-യെയും ജപ്പാനെയും മറികടന്ന് ഇന്ത്യ ഇന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ന് ലോകത്തിൽ മാറിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.